പറയേണ്ടത്. ഒരൊറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ സുഹൃത്തുക്കളെ. കുറച്ചു നേരം കൂടി നിങ്ങൾ ഇരിക്കണം. ഒരൊറ്റ സംഭവം കൂടി പറയട്ടെ. നമ്മൾ ദീനിന്റെ മജ്‌ലിസിലല്ലേ സുഹൃത്തുക്കളെ. അതാ ഈ പറയുന്ന കാര്യത്തിന് തെളിവായിക്കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. മറിയം ബീവി റളിയല്ലാഹു അൻഹാ, വിശുദ്ധ ഖുർആനിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സത്യവിശ്വാസിനികളുടെ നേതാവായി പറഞ്ഞ ഒരേ ഒരു മഹിളാ മുത്തല്ലേ മറിയം ബീവി അലൈഹിസ്സലാം. ആ മറിയം ബീവി അവർക്ക് കറാമത്തുണ്ടായിട്ടുണ്ടല്ലോ. അല്ലാഹു അവരെ ആദരിച്ചിട്ടുണ്ടല്ലോ. എന്തേ? അവര് വളർന്നത് പള്ളിയിലാണ്. ആ പള്ളിയിലതാ അവരെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോ വളർത്തുന്നത് സക്കരിയാ നബി അലൈഹിസ്സലാമാണ്. മറിയം ബീവിയുടെ സമീപത്തേക്ക് സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെല്ലുമ്പോഴൊക്കെ അതാ അവിടെയൊന്നും കിട്ടാത്ത ഫ്രൂട്ട്സുകളും ഭക്ഷണങ്ങളും കാണുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മെഹ്റാബിൽ മറിയം ബീവി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മണ്ഡപത്തിന്റെ സമീപത്തേക്ക് കടന്നു ചെല്ലുമ്പോഴൊക്കെ അതാ അവരുടെ സമീപത്ത് ഭക്ഷണം കാണുന്നു. ആ ഭക്ഷണം കാണുമ്പോ ഇതെവിടെ നിന്ന് കിട്ടിയെന്നാണ് മറിയം ബീവിയോട് ചോദിക്കുന്നത്. അതാ മറിയം ബീവിയോട് അവർ ചോദിക്കുകയാണ്, യാ മറിയം അന്നാ ലക്കി ഹദാ, ഇതെവിടുന്ന് കിട്ടി മറിയമേ നിനക്ക്? അപ്പോ മറിയം ബീവി പറയുകയാണ്, ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, ഇത് അല്ലാഹുവിന്റെ വക്കൽ നിന്നാണ് കേട്ടോ. കാരണം മിനല്ലാഹ, തീർച്ചയായും അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്കല്ലാതെ കൊടുക്കും കേട്ടോ എന്ന് മറിയം ബീവി പറയുമ്പോ സക്കരിയാ നബിക്ക് ബോധ്യമായി ഇത് കറാമത്തല്ലേ. മറിയം ബീവിയുടെ അടുക്കൽ അത്ഭുതം നടന്നത് ആരാ കാണുന്നത്? സക്കരിയാ നബിയാ കാണുന്നത്. സ്വാഭാവികമായും അപ്പ എന്താ വേണ്ടത്? നമ്മളാണെങ്കിൽ ഈ ഹുബൂരികളാണെങ്കിൽ എന്തു ചെയ്യും? നല്ല കറാമത്തുള്ള ബീവിനെയുള്ള കണ്ടത്. ഇത് തന്നെയാണ് അവസരം, ഇവരോടൊന്ന് ദുആ ചെയ്യാമെന്നല്ലേ ചിന്തിക്കുക. ശരിക്ക് പഠിച്ചു വെച്ചോ സുഹൃത്തുക്കളെ. സൂറത്തു ആലി ഇമ്രാനിലെ 38-ാമത്തെ ആയത്തിനാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഈ അത്ഭുതം ഇങ്ങ് കണ്ടപ്പോ ആർക്കും തോന്നില്ലേ പുതുമ? ആർക്കും തോന്നില്ലേ അത്ഭുതം? സക്കരിയാ നബി കടന്നു ചെല്ലുമ്പോഴൊക്കെ മറിയം ബീവിയുടെ സമീപത്ത് നല്ല നല്ല ഭക്ഷണങ്ങൾ കാണുന്നു. സക്കരിയാ നബിക്ക് കിട്ടാത്ത ഭക്ഷണമാണ്, പരിസരത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഭക്ഷണമാണ് എന്നൊക്കെ ഇതിന് വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ അത്ഭുതമങ്ങ് കണ്ടപ്പോ, മറിയം ബീവിയുടെ കറാമത്തങ്ങ് കണ്ടപ്പോ സ്വാഭാവികമായും ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളല്ലേ സക്കരിയാ നബി? എനിക്കൊരു കുട്ടി വേണമെന്ന് പ്രാർത്ഥിക്കുന്നയാളല്ലേ സക്കരിയാ നബി? ഈ അത്ഭുതമുള്ള ബീവിനെ അങ്ങ് കണ്ടപ്പോ സക്കരിയാ നബി എന്താ പറയേണ്ടിയിരുന്നത്? ഓ മറിയമേ, ഇത്ര വലിയ കറാമത്തുള്ള പെണ്ണാണോ നീ? ഇത്ര വലിയ കറാമത്തുള്ള മഹിളയാണോ താങ്കൾ? എങ്കിൽ എനിക്കൊരു കുട്ടിനെ തരണേ. അല്ല നിങ്ങൾക്ക് കറാമത്ത് തന്നിട്ടുണ്ടല്ലോ. അല്ല നിങ്ങൾക്ക് നൽകിയ കറാമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. സ്വയം കഴിവ് കൊണ്ട് വേണ്ട, സ്വയം കഴിവ് കൊണ്ട് തരണ്ട. അല്ല നൽകിയ കഴിവില്ലെന്ന് നിങ്ങൾ എനിക്കൊരു മകനെ തരണം എന്ന് പറഞ്ഞില്ല. മറിച്ച് എന്താ വേണ്ടത്? ഈമാനുള്ള മനുഷ്യന്മാരെന്താ ചെയ്യുക? ഇങ്ങനെ കറാമത്ത് കണ്ടാൽ തന്നെ അവരോട് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. മുഅ്മിൻ എന്താ മനസ്സിലാക്കുന്നതെന്നോ? ഈ കറാമത്ത് ഇവരുടെ കഴിവല്ലല്ലോ, ഇത് കൊടുത്ത റബ്ബിന്റെ കഴിവല്ലേ. അതുകൊണ്ട് എന്റെ ആഗ്രഹം ഈ അവസരത്തിൽ ഞാൻ എന്റെ റബ്ബിനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. അതാ മുസ്ലിമീങ്ങളെ, നമുക്ക് മുഴുവൻ മാതൃകയായിക്കൊണ്ട് മറിയം ബീവിയുടെ ഈ കറാമത്ത് നമ്മളൊക്കെ കേട്ടിട്ടല്ലേയുള്ളൂ, തഫ്സീറിൽ വായിച്ചിട്ടല്ലേയുള്ളൂ. കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന നേരത്തും സക്കരിയാ നബി പതറിപ്പോയില്ലല്ലോ, മറിയം ബീവിയോട് തേടിയില്ലല്ലോ. മറിച്ചെന്താ ഈ കറാമത്ത് കണ്ടപ്പോ സക്കരിയാ നബി എന്താ ചെയ്തതെന്ന് ഖുർആൻ പറയട്ടെ. ഹുനാലിക ദആ സക്കരിയ, മറിയമ എന്നല്ല. അവിടെ വെച്ച് സക്കരിയ മറിയമിനോട് വിളിച്ച് തേടി എന്നാണോ? അങ്ങനെയാണോ സുഹൃത്തുക്കളെ ഖുർആനിൽ പറഞ്ഞത്? അല്ലല്ലോ.
എന്താ ഖുർആൻ പറയുന്നത്? ഈ കറാമത്തുള്ള ബീവിയെ കണ്ടപ്പോ, ഈ അത്ഭുതങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു ബോധ്യപ്പെട്ടപ്പോഴും മറിയം ബീവിയോടല്ലല്ലോ കുട്ടിയെ ചോദിച്ചത്. ആരോടാ ചോദിച്ചതെന്നോ? ഹുനാലിക ദഅ സക്കരിയാ റബ്ബഹു. അവിടെ വെച്ചതാ സക്കരിയ അലൈഹിസ്സലാം തന്റെ റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയാണ്. ഖാല, എന്താ മഹാനവറുകൾ പ്രാർത്ഥിച്ചതെന്നോ? വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. റബ്ബി, എന്റെ രക്ഷിതാവേ, ഹബ്ലി, നീ എനിക്ക് തരണം, മിൻ ലദുൻക ദുരിയതൻ തയ്യിബ, നിന്റെ അടുക്കൽ നിന്ന് പരിശുദ്ധരായ മക്കളെ, സന്താനങ്ങളെ നീ എനിക്ക് നൽകി അനുഗ്രഹിക്കണം റബ്ബേ. എനിക്ക് മറിയം ബീവിയോടല്ല ചോദിക്കാൻ തോന്നുന്നത്, കറാമത്തുള്ള ബീവി എന്റെ അടുക്കലില്ലാഞ്ഞിട്ടല്ലോ, പക്ഷേ നിനക്കല്ലേ എല്ലാത്തിനും കഴിവുള്ളവൻ, നീയല്ലേ എല്ലാം കേൾക്കുന്നവൻ. നിന്നോട് ഞാൻ പറയട്ടെ, ഈ എനിക്ക് സന്താനത്തെ തരണം. ഇന്നക സമീഉദ് ദുആ. പടച്ചവനേ റബ്ബേ, നീയല്ലേ എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നവൻ, പ്രാർത്ഥന കേൾക്കുന്നവൻ നീയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കറാമത്തുള്ള ബീവിയുടെ അടുത്ത് വെച്ചും കറാമത്തുള്ള ബീവിയോട് പറയാതെ അതാ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോടല്ലേ ദുആ ചെയ്തത്. ഇതാ മുജാഹിദുകൾ പറയുന്നത്, മുജാഹിദുകൾ ജീവിതകാലത്തുള്ള കറാമത്തിനെ നിഷേധിക്കുന്നവരല്ല, മരണാനന്തരവും ഒരാളെ ആദരിച്ചുകൊണ്ട് അല്ലാഹു വല്ല കറാമത്തും പ്രകടിപ്പിച്ചുവെങ്കിൽ അതിനെയും എതിർക്കുന്നവരല്ല. നിങ്ങൾ കള്ളം പറയരുത്, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത്. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയുന്നുണ്ട്, ജീവിതകാലത്താവട്ടെ വഫാത്തിന്റെ ശേഷമാവട്ടെ ആരുടെയെങ്കിലും മുഖേന വല്ല കറാമത്തും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവല്ല കേട്ടോ, അത് റബ്ബിന്റെ കഴിവാണ്. റബ്ബാണത് ചെയ്യുന്നത്, ഇവർക്കിതിൽ പങ്കില്ല, ഇവരല്ല പ്രവർത്തിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അത്ഭുതം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അത് ഇവരിലൂടെയാണ് നടക്കുന്നത് എന്നതാണ് അവർക്കുള്ള കറാമത്ത്. ഈ ഒരു സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് കറാമത്തിന് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ആ കറാമത്തിന്റെ പേരും പറഞ്ഞിട്ട്, മുഅ്ജിസത്തിന്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കാമോ? മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഖിദ്ർ അലൈഹിസ്സലാമും കൂടി ഒരു ഭാഗത്തേക്ക് പോകുമ്പോ ഒരു മതിൽ നന്നാക്കി കൊടുത്തു എന്ന് സൂറത്തുൽ കഹ്ഫിലില്ലേ? ആ അത്ഭുതകരമായ ആ സംഭവത്തെ സംബന്ധിച്ചോ മറ്റേതെങ്കിലും സംഭവങ്ങളെ പറ്റിയിട്ടോ പറഞ്ഞിട്ട് മതിൽ വീഴാൻ പോകുമ്പോ മൂസ നബിയെ, ഖിദ്ർ നബിയെ എന്ന് വിളിച്ച് തേടാൻ പറ്റുമോ? കറാമത്തുകളും അതേപോലെ തന്നെ മുഅ്ജിസത്തുകളും ഒക്കെ അല്ലാഹു പ്രകടിപ്പിക്കുന്നതാണ്. ആ പ്രകടിപ്പിക്കുന്നതിൽ പ്രവാചകന്മാരോട് അതേപോലെ തന്നെ അവരെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യാനുള്ള രേഖയല്ല സുഹൃത്തുക്കളെ. ഇക്കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ ഈ സത്യങ്ങളൊക്കെ സത്യങ്ങളായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു പ്രത്യേകമായ ആശയങ്ങളെ വിശുദ്ധ ഖുർആൻ